ചൂടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാശ്വാസം പോലെ 2-3 ദിവസം മഴയൊക്കെ കിട്ടിയില്ലേ. എന്തു പറയുന്നു എല്ലാവരുടെയും പ്ലാൻസ് ഒക്കെ. ഇവിടെ എന്റെ പ്ലാൻസ് ഒക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. നല്ലപോലെ മഴ കിട്ടിയതുകൊണ്ട് അവരൊക്കെ പണ്ടത്തെക്കാൾ ഉഷാറാണെന്ന് പറയാം. നന്നായി വരുമെന്നും പിടിച്ചു കിട്ടുമെന്നും ഞാൻ ഒട്ടും വിചാരിക്കാതെ എന്റെ യെസ്റ്റർഡേ ടുഡേ ടുമോറോയിൽ നിറയെ മുട്ടുകളായിട്ടുണ്ട്. ഇനി അതൊക്കെ വിരിയുന്നത് കാത്തിരിക്കുകയാണ്. നല്ല മഴ കിട്ടിയപ്പോഴേക്കും പീനട്ട് ഗ്രാസ് ഒക്കെ നല്ല ഉഷാറായി നിറയെ പൂക്കളായിട്ടുണ്ട്. എന്താ ഭംഗിയല്ലേ ഇതിങ്ങനെ മുട്ടിട്ട് നിൽക്കുന്ന കാണാൻ. കൂട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു കാറ്റ്സ് ക്ലോ ആണ്. എന്തേറെ മുട്ടാണെന്നറിയാമോ ഇതില്. എന്റെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു ഇത് നന്നാവുന്നില്ലല്ലോ, ഇങ്ങനെ ശോഷിച്ച് നിൽക്കുകയാണല്ലോ എന്ന്. സാധാരണ കാറ്റ്സ് ക്ലോയൊക്കെ നട്ട് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മുഴുവനും പടർന്ന് പന്തലിച്ച് ഫുള്ളങ്ങ് കവർ ചെയ്ത് കിടക്കില്ലേ. എന്റെ കാറ്റ്സ് ക്ലോ അങ്ങനെയല്ലേ, ഒട്ടും നന്നാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതില് മൊട്ടിട്ട് ഇതില് പൂക്കള് വിരിയാൻ തുടങ്ങിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെയാണ് ഇതിൽ മൊട്ടിട്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്റെ കാറ്റ്സ് ക്ലോ ഇങ്ങനെ പൂക്കൾ തരുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണേ. ഈ കാറ്റ്സ് ക്ലോയില് മെയിലും ഫീമെയിലും ഉണ്ടോ? കാരണം ചിലയിടത്ത് നട്ട് എന്തേരെ ആയിട്ടും പൂക്കളൊന്നും ഇടാണ്ട് ഫുള്ള് കവറായി നിൽക്കുന്നത് കാണാം. ചിലയിടത്ത് നന്നായിട്ട് പൂക്കും. എന്തായാലും നട്ട് 1 ഇയർ ആവുന്നതിന് മുമ്പേ എന്റെ കാറ്റ്സ് ക്ലോ നന്നായിട്ട് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പൊ എങ്ങനെയാ, എല്ലായിടത്തും ഇതുപോലെ കാറ്റ്സ് ക്ലോയൊക്കെ പൂവിടാൻ തുടങ്ങിയോ?